സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും പ്രശസ്തരായ 10 സൂപ്പർ താരങ്ങളെക്കുറിച്ച്. ഈ 10 സൂപ്പർ താരങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ത്യൻ സിനിമയിൽ വേറെ നടന്മാരുള്ളൂ. അതിനെക്കുറിച്ച് എന്ത് പറയാൻ പോകുന്നു? ഒന്നാം സ്ഥാനം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറാണ്. പ്രേം നസീർ സാറ് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ അറിയപ്പെടുന്ന നടനാണ്. അതിപ്പോൾ ഇംഗ്ലണ്ടിൽ പോയിട്ട് ചോദിച്ചാലും അമേരിക്കയിൽ പോയിട്ട് ചോദിച്ചാലും ഏത് രാജ്യത്ത് പോയിട്ട് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ പടത്തിൽ നായകനായ നടനാരാന്ന് ചോദിച്ചാൽ അവർക്ക് പ്രേം നസീർ എന്ന് പറയേണ്ടി വരും. അതിൽ വേറെ ആരുടെ പേരും പറയാൻ കഴിയില്ല. അവരത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ സ്ഥിതിക്ക് എല്ലാ ഭാഷയിലെ ആൾക്കാർക്കും നസീർ സാറിനെ കുറിച്ച് അറിയാം. ഇതിനിടെ ചിരഞ്ജീവി, ഈ അടുത്ത കാലത്ത് ചിരഞ്ജീവിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ചിരഞ്ജീവി ഡൽഹിയിൽ ഒരു കാര്യമായ മീറ്റിങ്ങിന് പോയ സമയത്ത് ചലച്ചിത്ര ഉത്സവത്തിനായിട്ട് പോയതാണ്. അവിടെ പോയാലും ആ ഹാളിൽ നിറയെ ഹിന്ദി നടന്മാരുടെ ഫോട്ടോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ 2 സൗത്ത് ഇന്ത്യൻ നടന്മാരുടെ പിന്നെ സൂപ്പർ താരങ്ങളെ ഫോട്ടോ മാത്രമേ ഉണ്ട്. ബാക്കിയെല്ലാം ഹിന്ദി നടന്മാർ, അമിതാഭ് ബച്ചൻ, രാജേഷ് ഖന്ന, ധർമ്മേന്ദ്ര, അങ്ങനെ കുറേ ആൾക്കാർ, ദിലീപ് കുമാർ. അതിൽ 2 സൗത്ത് ഇന്ത്യൻ നടന്മാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതൊന്ന് MGRഉം ജയലളിതയും തമ്മിലുള്ള ഒരു പാട്ട് സീനിൽ അഭിനയിക്കുന്ന ഒരു സീനിലെ ഒരു ഫോട്ടോ വലിയ. പിന്നെ ഒന്ന് മലയാള സിനിമയിലെ സൂപ്പർ ഹീറോ പ്രേം നസീർ. ചിരഞ്ജീവി ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഈ പ്രേം നസീർ സാറിൻ്റെതും ചിരഞ്ജീവി അത് പ്രേം നസീർ സാറിൻ്റെതും MGRതും, അത് നസീർ സാറിൻ്റെ വലിയൊരു ഫോട്ടോ, MGRയും ജയലളിതൻ്റെ ഒരു ഫോട്ടോ. വേറെ സൗത്ത് ഇന്ത്യൻ ആരെ ഫോട്ടോ അതിലില്ല. അപ്പോൾ അത് ചിരഞ്ജീവി പറഞ്ഞ് എനിക്ക് പിന്നെ നമ്മുടെ NTRൻ്റെതും പിന്നെ കന്നഡ നടൻ രാജ്കുമാറിൻ്റെതും അതുപോലെ ശിവാജിൻ്റെ ഒന്നും വെക്കാത്തതിൽ എനിക്ക് ദുഃഖമുണ്ടായി. പക്ഷെ അവർ MGRും നസീർ സാറിൻ്റെയും കണ്ടതിന് സന്തോഷമായി. പക്ഷേ അതിനോടൊപ്പം തന്നെ കന്നഡ സൂപ്പർ താരത്തിൻ്റെതും പിന്നെ ഈ NT രാമറാവു, നാഗേശ്വരറാവുവിൻ്റെ എല്ലാം ഫോട്ടോ വെക്കണ്ടേ ചിരഞ്ജീവി പറയുന്നു. അതവർ വെച്ചിട്ട് അവർക്ക് നസീർ സാറിനെ MGRനെ അറിയും. അതുപോലെ ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികം ആഘോഷിച്ചൊരു മലയാളത്തിലുള്ള പ്രതിനിധി നസീർ സാറ് മാത്രം. നസീർ സാറിൻ്റെ ഒരു സ്റ്റാമ്പ് ഇറക്കി 100ാം വാർഷികത്തിൽ നസീർ സാറിൻ്റെ സ്റ്റാമ്പ് ഇറക്കിയിട്ട് മലയാള സിനിമയെ ആദരിച്ചു. വേറെ ഒരാളെ അവർ പരാമർശിച്ചിട്ടില്ല മലയാള സിനിമയിൽ. നസീർ സാറിനെ മാത്രമേ അവർ അംഗീകരിച്ചിട്ടുള്ളൂ. അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ നസീർ സാർ അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തിൽ ചാരുവാസം പറഞ്ഞു, കമൽഹാസൻ്റെ ചേട്ടൻ ചാരുവാസൻ. പ്രേം നസീർ കേരളത്തിലെ സൂപ്പർ താരമല്ല, ഇന്ത്യൻ സൂപ്പർ താരമാണ്. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ നസീർ സാറിന് ഒന്നാം സ്ഥാനം, ഇന്ത്യൻ സിനിമയിൽ 1ാം സ്ഥാനം കൊടുക്കേണ്ട നസീർ സാർ. പിന്നെ ഏറ്റവും BBC തിരഞ്ഞെടുത്ത് ആൻസം ഹീറോ എന്നുള്ള നിലയിൽ ഇന്ത്യൻ സിനിമയിലെ ആൻസം ഹീറോ 70കളിൽ BBC തിരഞ്ഞെടുത്തത് ഇന്ത്യയിൽ നിന്ന് നസീർ സാറിനെ. എല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇന്ത്യൻ സിനിമയിൽ നസീർ സാർ. രണ്ടാമത് കൊടുക്കേണ്ട അമിതാഭ് ബച്ചന്. അമിതാഭ് ബച്ചൻ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സൂപ്പർ താരമാണ്. അമിതാഭ് ബച്ചനെ ഇന്ത്യക്ക് പുറത്തും അറിയാം. ഇപ്പം ഇറാനിൽ പോയാലും അറിയാം, ഈജിപ്തിൽ പോയാലും അറിയാം, റഷ്യയിൽ പോയാലും അറിയാം അമിതാഭ് ബച്ചൻ. എല്ലാവർക്കും അമിതാഭ് ബച്ചനെ അറിയാം. 2ാം സ്ഥാനം അമിതാഭ് ബച്ചൻ. 3 ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ താരമാണ് MGR. MGR ഭാരതരത്ന കിട്ടിയ ഒരേ ഒരു സിനിമയിലെ നടൻ. സിനിമ ഫീൽഡിൽ ഭാരതരത്ന കിട്ടിയ 2ആളാണ് MGRഉം ലതാ മങ്കേഷ്കർ. പാട്ടിൽ ലതാ മങ്കേഷ്കർ. ബാക്കിയൊന്നും സിനിമാ ഫീൽഡിലെ ആൾക്കാരൊന്നും ഭാരതരത്ന കിട്ടാൻ. MGR. ദിലീപ് കുമാർ അഭിനയ ചക്രവർത്തി എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഇന്ത്യൻ സിനിമയിൽ ട്രാജഡി കിങ്. ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഏറ്റവും മികച്ച അഭിനയമുള്ള നടനാരാന്ന് ചോദിച്ചാൽ വോട്ടെടുപ്പ് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് കുമാറായി. 4ാം സ്ഥാനം ദിലീപ് കുമാറിന്. 5 ഡോക്ടർ രാജ്കുമാർ, കന്നഡ നടൻ. അത് കന്നഡ നടൻ രാജ്കുമാർ എന്ന് പറഞ്ഞാൽ അവിടെ എതിരില്ലാത്ത സൂപ്പർ താരം. ഇപ്പോൾ നസീർ സാറിന് എതിരായിട്ട് സത്യം മോശം ഉണ്ടായിരുന്നു. അങ്ങനെ എതിരെന്ന് പറഞ്ഞാൽ സൂപ്പർ താരപദവിയിലല്ല, അഭിനയത്തിൽ. പിന്നെ തെലുങ്കിൽ NT രാമറാവുവിന് എതിരായിട്ട് നാഗേശ്വര റാവു ഉണ്ടായി.
തമിഴിൽ MGRന് പകരമായിട്ട് ശിവാജി ഗണേശനുണ്ട്. അതേസമയത്ത് രാജ്കുമാറിന് എതിരാളിയില്ല അവിടെ. ഈ സത്യമാഷും ശിവാജിയും പോലെ അവിടെ രാജ്കുമാറിന് എതിരാളിയില്ല. സത്യമാഷ് നസീർ സാറിൻ്റെ എതിരാളിയൊന്നുമല്ല. സത്യമാഷ് അഭിനയത്തിൽ നോക്കുമ്പോൾ നസീർ സാറായിട്ട് കമ്പയർ ചെയ്യലുണ്ട്. അല്ലാണ്ട് സൂപ്പർ താരപതിയിൽ സത്യമാഷ് കുറേ അകലെയാണ് നസീർ സാറിനെ കാണും. പിന്നെ ഉള്ളത് ഫേമസ് ആയിട്ടുള്ളതാണ് ആറാമത്തെ സ്ഥാനം NT രാമറാവുവിന്. NT രാമറാവു തെലുങ്കിലെ മുടിചൂടാമന്. അവിടുത്തെ പിന്നെ ജനതയെ ഒന്നടങ്കം കൈയടക്കിയ നടൻ. 6. പിന്നെ ഒന്ന് കൊടുക്കേണ്ടത് 7ാം സ്ഥാനം കൊടുക്കേണ്ടത് രജനീകാന്തിന്. രജനീകാന്ത് പിന്നെ മറാഠിക്കാരനാണ്. പക്ഷെ അദ്ദേഹം പിന്നെ ബാംഗ്ലൂരിൽ ബസ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്ത് പിന്നെ അവിടെ നിന്ന് തമിഴിലേക്ക് വന്ന് സ്വന്തം നാടല്ല തമിഴ്നാട്, എന്നിട്ടും അവിടെ ചിരപ്രതിഷ്ഠ നേടിയ നടൻ. സൂപ്പർ താര പദവി അലങ്കരിക്കുന്ന എത്രയോ വർഷങ്ങളായിട്ട്. രജനീകാന്തിന് 7ാം സ്ഥാനം. 8 കൊടുക്കേണ്ടത് രാജേഷ് ഖന്നക്ക് ഇന്ത്യയിൽ. അതായത് ഇന്ത്യൻ സിനിമയിൽ പിന്നെ ഹിന്ദി സിനിമയിൽ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ രാജേഷ് ഖന്ന. മൊത്തം ഇന്ത്യൻ സിനിമയിൽ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യൻ സിനിമയിൽ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ നസീർ സാറാണ്. 55 ആകുമ്പോഴത്തേക്ക് നസീർ സാർ സൂപ്പർ സ്റ്റാറായി. പിന്നെ രാജേഷ് ഖന്നക്ക് ഹിന്ദി സിനിമയിൽ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ രാജേഷ് ഖന്ന. ഒരു 4-5 വർഷം രാജേഷ് ഖന്നക്ക് അവിടെ തുടർച്ചയായിട്ട് 16 സിനിമകൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കിയ, ഒരു പടം പോലും പൊട്ടാതെ. ചില നടന്മാർക്ക് 10 സൂപ്പർ ഹിറ്റായിട്ട് 11ാമത്തെ പൊട്ടു. അങ്ങനെ രാജേഷ് ഖന്നക്ക് ഉണ്ടായില്ല. 16 സിനിമകൾ തുടർച്ചയായിട്ട്. അത് ഹിന്ദി സിനിമയിൽ ഇപ്പോഴും തകർക്കപ്പെടാത്ത റെക്കോർഡാണ്. അമിതാഭ് ബച്ചന് പോലും ആ റെക്കോർഡ് തകർക്കാൻ പറ്റിയില്ല. അപ്പോൾ രാജേഷ് ഖന്നക്ക് 8ാം സ്ഥാനം. 9ാം സ്ഥാനം കൊടുക്കേണ്ടത് കമലഹാസന്. സകലകലാ വല്ലഭൻ എന്നല്ല അറിയപ്പെടുന്നു. എല്ലാ റോളും കൈകാര്യം ചെയ്യുന്നു. പല വേഷങ്ങളിൽ. അതായത് 90 വയസ്സുള്ള ആളായിട്ട് കമലഹാസൻ അഭിനയിക്കും. 20 വയസ്സിലെ ചെറുപ്പക്കാരനായിട്ട് അഭിനയിക്കും. കുള്ളനായിട്ട് അഭിനയിക്കും. പെൺവേഷം കിട്ടും. അങ്ങനെ പലതിലും മികവ് കാട്ടിയ പിന്നെ നടൻ കമലഹാസൻ. 9. 10 ചിരഞ്ജീവി തെലുങ്കിലെ സൂപ്പർ താരാണെങ്കിലും ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടനായിരുന്നു ഒരു കാലത്ത്. 90കളിൽ ഏറ്റവും വിലപിടിപ്പുള്ള നടൻ ചിരഞ്ജീവിയാണ് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ. അതായത് അന്നത്തെ കാലത്ത് 92-ൽ 3 കോടി രൂപ പ്രതിഫലം വാങ്ങിയ ആളാണ് ചിരഞ്ജീവി. അന്ന് 92-ൽ കൂടെ മമ്മൂട്ടിക്കും മോഹൻലാലിനും 92-ൽ 3 ലക്ഷമാണ്. 92-ൽ 3 ലക്ഷം 2 ലക്ഷം. 92-ൽ മമ്മൂട്ടിക്ക് 2 ലക്ഷം, മോഹൻലാലിന് 2 ലക്ഷം. 94-ലാണ് പിന്നെ മമ്മൂട്ടിക്ക് 4 ലക്ഷമായിരുന്നു. മോഹൻലാലിന് 4.25 ലക്ഷം 94-ൽ. ആ സമയത്ത് 92, 93-ൽ ചിരഞ്ജീവിക്ക് 3 കോടിയാണ്. രജനീകാന്തിന് പോലും ആ പൈസ അന്നേരം ഉണ്ടായിട്ടില്ല. രജനീകാന്തിന് 92-ൽ പിന്നെ ദളപതിയിൽ അഭിനയിക്കുമ്പോൾ 40 ലക്ഷമേ ഉള്ളൂ. ദളപതിക്ക് രജനീകാന്തിന് 40 ലക്ഷവും മമ്മൂട്ടിക്ക് 10 ലക്ഷം 92-ൽ. ആ സമയത്ത് ചിരഞ്ജീവി അന്നേരം 3 കോടി തെലുങ്കുന്നതാണ്. അങ്ങനെ 1-2 കൊല്ലം ചിരഞ്ജീവിൻ്റെ കയ്യിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടന്നുള്ള പേര്. ചിരഞ്ജീവിക്ക് 10ാം സ്ഥാനം. ഈ 10 നടന്മാരാണ് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകൾ. ഓക്കെ.